പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയൊരു കഥ ആരംഭിക്കുകയാണ്. വീണ്ടും മനസ്സമ്മതം. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. ആ പഴയ ആൽമരത്തിൻ്റെ ഇലച്ചാർത്തുകൾക്കിടയിലൂടെ അസ്തമയ സൂര്യൻ്റെ ചെഞ്ചായം മെറിൻ്റെ മുഖത്ത് പതിക്കുന്നുണ്ടായിരുന്നു. ചുറ്റുമുള്ള ലോകം ശാന്തമാണെങ്കിലും അവളുടെ ഉള്ളിൽ ഒരു കടലിരമ്പുകയായിരുന്നു. കയ്യിലിരുന്ന ബാഗിൻ്റെ വള്ളിയിൽ അവളുടെ നീണ്ടു മെലിഞ്ഞ വിരലുകൾ മുറുകി. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ തണുത്ത കാറ്റിലും പൊള്ളുന്നത് പോലെ അവൾക്ക് തോന്നി. ദൂരെയുള്ള വളവിൽ ഒരു ബൈക്കിൻ്റെ ഹെഡ്ലൈറ്റ് തെളിഞ്ഞപ്പോൾ മെറിൻ്റെ ഹൃദയമെടുപ്പ് നിലച്ചുപോയതുപോലെ. അത് ജോബിനാണ്. ഓരോ തവണ കാണുമ്പോഴും ഉള്ളിൽ നിറയാറുള്ള ആ പ്രണയ വസന്തത്തിന് പകരം ഇന്ന് വേനലിലെ കരിയിലകൾ പോലെ അവളുടെ മനസ്സ് ഉണങ്ങിക്കരിഞ്ഞു പോയിരുന്നു. ജോബിൻ ബൈക്ക് സ്റ്റാൻഡിൽ നിർത്തി ഹെൽമറ്റ് മാറ്റിയപ്പോൾ കണ്ടത് വിളറിയ മുഖവുമായി നിൽക്കുന്ന മെറിനെയാണ്. ജോബിൻ ജോസിൻ്റെയും ലിസിയുടെയും ഏക മകനാണ്. ഡോക്ടറാവാൻ പഠിക്കുന്ന ജോബിൻ തൻ്റെ ഹോസ്പിറ്റൽ ഡ്യൂട്ടി കഴിഞ്ഞ് ട്രെയിൻ ലേറ്റായിട്ടും ഓടിക്കിതച്ച് വന്നതാണ് അവളെ കാണാൻ. എന്തു പറ്റി മെറിൻ? എന്താ നിൽക്കുന്നത്? വീട്ടിലെന്തേലും പ്രശ്നമുണ്ടോ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അവൾ മറുപടി പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചായ്ഞ്ഞ് പൊട്ടിക്കരഞ്ഞു. തങ്ങളുടെ പ്രണയം വീട്ടിൽ പിടിച്ചപ്പോൾ പോലും പതറാത്തവളാണ് ഇങ്ങനെ തകർന്നു നിൽക്കുന്നത്. ഇച്ചായ, പപ്പ വീട്ടിൽ എൻ്റെ കല്യാണം ഉറപ്പിച്ചു. പപ്പയുടെ ബിസിനസ് ഫ്രണ്ടിൻ്റെ മകനാണ്. ആരോടും ഒന്നും ചോദിച്ചില്ല. തീരുമാനിച്ച ശേഷമാണ് എന്നോട് പറയുന്നത്. അവളുടെ വാക്കുകൾ കരച്ചിലിൽ മുറിഞ്ഞു പോകുന്നുണ്ട്. അവൾ പറഞ്ഞത് കേട്ട് ജോബിൻ തകർന്നുപോയി. ഒരേ ഇടവകക്കാരായ ജോസും അലക്സും തമ്മിലുള്ള ഈഗോ യുദ്ധത്തിന് ബലിയാടാകുന്നത് തങ്ങളുടെ പ്രണയമാണെന്ന് അവൻ അറിയാമായിരുന്നു. ജോബിൻ്റെ പപ്പ ജോസ് നാട്ടിലെ അറിയപ്പെടുന്ന വ്യക്തിയാണ്. അലക്സിനാകട്ടെ സമ്പത്തിനും തറവാട്ടു മഹിമയിലും തൻ്റെ മകൾ തൻ്റെ എതിരാളിയുടെ മകനെ സ്നേഹിക്കുന്നത് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നമുക്ക് പിരിയാമിച്ചായ, മെറിൻ കണ്ണു തുടച്ചുകൊണ്ട് പറഞ്ഞു. നമ്മെ വളർത്തിയവരെ വഞ്ചിച്ച് ഒരു ജീവിതം വേണ്ട ഇച്ചായ. അവരെ വേദനിപ്പിച്ച് നമുക്ക് സന്തോഷിക്കാൻ കഴിയില്ല. അവർ നമ്മളെ സന്തോഷത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. അടുത്ത തവണ ഇച്ചായം വരുമ്പോൾ ഒരുപക്ഷെ എൻ്റെ കഴുത്തിൽ മറ്റൊരാൾ ചാർത്തിയ മിന്നുണ്ടാവും. ജോബിൻ്റെ കണ്ണുകളും നിറഞ്ഞു. ദൈവം നമ്മെ ഒന്നിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. നീ പറഞ്ഞതുപോലെ ആരുടെയും ശാപം വാങ്ങി നമുക്ക് ജീവിക്കണ്ട. ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് അവൻ ദൂരേക്ക് മറയുമ്പോഴും മെറിൻ്റെ ചെവിയിൽ അവൻ്റെ വാക്കുകൾ അലയടിച്ചുകൊണ്ടിരുന്നു. അതേസമയം അലക്സിൻ്റെയും ഡേസിയുടെയും വീട്ടിൽ മെറിൻ്റെ കല്യാണൊരുക്കങ്ങൾ സജീവമായിരുന്നു. പണവും പ്രതാപവും ഈഗോയും മാതാപിതാക്കളുടെ കണ്ണുകളിൽ തിരശ്ശീലയിട്ടപ്പോൾ തകർന്നുപോയത് രണ്ട് ഹൃദയങ്ങളായിരുന്നു. മുറിയിൽ ഫാനിൻ്റെ കറക്കം നോക്കി കിടക്കുമ്പോൾ ജോബിൻ്റെ മനസ്സിൽ മെറിൻ്റെ ചിരിയും സന്തോഷങ്ങളും പ്രണയകാലത്തെ ഓർമ്മകളും മിന്നിമറിഞ്ഞു. തൻ്റെ പാതിയാവാൻ ആഗ്രഹിച്ചവളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വരുന്ന അവസ്ഥ അവനെ ശ്വാസം മുട്ടിച്ചു. ചെറുപ്പം മുതൽ പരസ്പരം പ്രണയിച്ച ജോബിനും മെറിനും ഈ അടുത്ത കാലത്ത് തങ്ങളുടെ അപ്പച്ചന്മാരുടെ പള്ളിപ്പെരുന്നാളിൻ്റെ അന്നുള്ള വഴക്കും അതിൻ്റെ പിന്നാലെയുള്ള വൈരാഗ്യവും അവരുടെ പ്രണയം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ജോബിൻ മുറിയിലെ ഇരുളിലേക്ക് നോക്കി അങ്ങനെ കിടന്നു. ജനാലയ്ക്കൽ വന്ന് തട്ടുന്ന കാറ്റിനു പോലും മെറിൻ്റെ ഗന്ധമാണെന്ന് അവന് തോന്നി. ഒരു ഡോക്ടർക്ക് അറിയാവുന്ന മരുന്നുകളിൽ മനസ്സിൻ്റെ ഈ മുറിവിനുള്ള മരുന്നില്ലായിരുന്നു. അപ്പുറത്തെ മുറിയിൽ അവൻ്റെ അപ്പച്ചൻ ജോസും അമ്മ ലിസിയും സംസാരിക്കുന്നത് അവന് കേൾക്കാം. സംസാര വിഷയം അലക്സിൻ്റെ വീട്ടിലെ കല്യാണാലോചനകൾ തന്നെ. നോക്കിക്കോ ലിസി, അലക്സ് പണത്തിന് വേണ്ടിയാണ് ആ കൊച്ചിനെ ആർക്കോ പിടിച്ചു കൊടുക്കുന്നത്. പണ്ട് പള്ളിപ്പെരുന്നാളിൻ്റെ അന്ന് എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്നെ അപമാനിച്ചപ്പോൾ തുടങ്ങിയതാ അവൻ്റെ ഈ വാശി. ജോബിൻ ആ കൊച്ചിനെ ഇഷ്ടമാണെന്നറിഞ്ഞതോടെ അവന് വീറും വാശിയും കൂടി. സ്വന്തം മകളുടെ സന്തോഷത്തെക്കാൾ അവന് വലുത് അവൻ്റെ ആ തറവാട് മഹിമയും അഹങ്കാരവുമാണ്. ജോസിൻ്റെ ശബ്ദത്തിൽ അമർഷം നിയലിച്ചു. ലിസി നെടുവീർപ്പിട്ടു. നമ്മുടെ മോനും ആ പെൺകൊച്ചും എന്ത് പിഴച്ചു? അവർ തമ്മിൽ അത്രയും സ്നേഹത്തിലായിരുന്നു എന്ന് നമുക്കറിയാവുന്നതല്ലേ? ചെറുപ്പം മുതലുള്ള ഇഷ്ടമല്ലേ? എന്തിനാ പഴയ വഴക്കിൻ്റെ പേരിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതം ഇങ്ങനെ നശിപ്പിക്കുന്നത്? ഇത് കേട്ടപ്പോൾ ജോബിൻ്റെ കണ്ണുകളും നിറഞ്ഞു. പപ്പയ്ക്കും അമ്മയ്ക്കും തന്നോട് സഹതാപമുണ്ടെങ്കിലും അലക്സിൻ്റെ പടിക്ക് മുന്നിൽ ചെന്ന് മകന് വേണ്ടി പെണ്ണ് ചോദിക്കാനുള്ള ആർജവം തൻ്റെ പപ്പയ്ക്കുമില്ല. കാരണം അന്ന് പള്ളിമുറ്റത്ത് വെച്ച് നടന്ന ആ തർക്കം അത്രമേൽ ആഴത്തിലുള്ളതായിരുന്നു. പള്ളി കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തർക്കം ഒടുവിൽ കയ്യാങ്കളിയിലും പരസ്പരം കണ്ടാൽ മിണ്ടില്ലെന്ന പ്രതിജ്ഞയിലുമാണ് അവസാനിച്ചത്. അതേസമയം അലക്സിൻ്റെ വീട്ടിൽ മെറിൻ വല്ലാത്തൊരവസ്ഥയിൽ ഇരിക്കുകയായിരുന്നു. മകൾക്ക് ഇഷ്ടമില്ലാത്ത വിവാഹമാണെന്നറിഞ്ഞിട്ടും അവളുടെ മമ്മ ഡേസിക്കൊന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അലക്സിൻ്റെ വാക്കിന് മറുവാക്കില്ലാത്ത ആ വീട്ടിൽ മെറിൻ്റെ മൗനം സമ്മതമായി വ്യാഖ്യാനിക്കപ്പെട്ടു. നീ ഒന്ന് മുഖം കഴുകി വന്നേ മെറിൻ, എന്നിട്ട് എന്തെങ്കിലും കഴിച്ചേ. നിന്നെ കാണാൻ നാളെ അവർ വരും. പപ്പയുടെ ഏറ്റവും അടുത്ത ബിസിനസ് ഫ്രണ്ടിൻ്റെ മകനാണ് വിനയ്. അവർക്ക് നിന്നെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. നല്ല കുടുംബം, ഇഷ്ടംപോലെ സ്വത്ത്. നിനക്കവിടെ രാജകുമാരിയെപ്പോലെ വാഴാം. ഡേസി മകളുടെ മുടിയിൽ തലോടിക്കൊണ്ട് പറഞ്ഞു. മെറിൻ മമ്മയെ നോക്കി. അവളുടെ കണ്ണുകളിൽ ദൈന്യത തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു. മമ്മ, പപ്പയ്ക്ക് പണവും ആ വിനയിൻ്റെ കുടുംബമഹിമയുമാണ് വലുതെന്ന് എനിക്കറിയാം.
പക്ഷേ എൻ്റെ സന്തോഷം ആരും നോക്കുന്നില്ലല്ലോ. ജോബിച്ചാൻ എനിക്ക് എത്ര ഇഷ്ടമാണെന്ന് അമ്മക്കും അറിയില്ലേ. നമ്മൾ പണ്ട് അയൽവാസികളായിരുന്നപ്പോൾ അവരുടെ വീട്ടിൽ പോയിരുന്നതും നല്ല ബന്ധമൊക്കെ മമ്മ മറന്നോ? ഡെയ്സി മകളുടെ വാക്കുകൾക്ക് മുന്നിൽ ഒന്ന് തളർന്നു. മറന്നിട്ടില്ല മോളെ. പക്ഷേ ആ പെരുന്നാൾ ദിവസം നടന്നത് അത് പപ്പയെ ഒത്തിരി വാശി പിടിപ്പിച്ചു. ജോസ് പപ്പയെ അത്രയ്ക്കും ആക്ഷേപിച്ചില്ലേ? ഇനി ആ കുടുംബവുമായി ഒരു ബന്ധവും പപ്പ ആഗ്രഹിക്കുന്നില്ല. നീ വാശി പിടിക്കരുത്. നടക്കില്ല എന്നറിയാലോ. മെറിൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്കറിയാം. അവൾ മുറിയിൽ കയറി വാതിലടച്ചു. ജനാലയിലൂടെ പുറത്തേക്ക് നോക്കി നിന്നു. വൈകിട്ട് ജോബിൻ പറഞ്ഞ വാക്കുകൾ അവളുടെ കാതിൽ മുഴങ്ങി. ദൈവം നമ്മെ ഒന്നിക്കാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ നീ എൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചെത്തും. രാത്രിയുടെ നിശബ്ദതയിൽ മെറിൻ തൻ്റെ ഡയറി തുറന്നു. ജോബിൻ കൊടുത്ത ഒരു സമ്മാനമായിരുന്നു ആ ഡയറി. അത് കയ്യിലെടുത്തപ്പോൾ അവൾക്ക് താൻ എത്രമാത്രം ഒറ്റപ്പെട്ടു പോയി എന്ന് തോന്നി. സ്നേഹത്തിന് പകരം പകയും ഈഗോയും ജയിക്കുന്ന ഈ ലോകത്ത് താൻ വെറുമൊരു കളിപ്പാവ മാത്രമാണോ? അലക്സിന് 3 ആൺമക്കളും വേറെയുണ്ട്. അവരെല്ലാം ഏകദേശം അപ്പൻ്റെ വഴിയിൽ തന്നെയാണ്. പിറ്റേന്ന് രാവിലെ ജോബിൻ്റെ സുഹൃത്ത് ലിൻസൺ അവനെ കാണാൻ വന്നു. ജോബിൻ്റെ തളർന്ന മുഖം കണ്ടപ്പോൾ ലിൻസന് സങ്കടം തോന്നി. ജോബി, നീ ഇങ്ങനെ ഇരുന്നാൽ മതിയോ? മെറിൻ്റെ മനസ്സമ്മതം ഉടനെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. നമുക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റില്ലടാ. ഒരു ഡോക്ടറാവാൻ പോകുന്ന നീ ഇങ്ങനെ തളർന്നു പോകരുത്. ജോബിൻ പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. എന്ത് ചെയ്യാൻ പറ്റും ലിൻസൺ? മെറിൻ പറഞ്ഞത് ശരിയാ. നമ്മുടെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് നമുക്ക് എന്ത് നേടാനാണ്? അവർക്ക് വേണ്ടത് അവരുടെ ഈഗോയാണെങ്കിൽ അത് നടക്കട്ടെ. എൻ്റെ സ്നേഹം സത്യമാണെങ്കിൽ അവളെ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. അതൊക്കെ സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ജോബി. ജീവിതത്തിൽ നീ അവളെ നഷ്ടപ്പെടുത്തിയാൽ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. നിൻ്റെ അപ്പച്ചനോട് നീ സംസാരിക്കണം. പപ്പയോട് ഞാൻ സംസാരിച്ചു. പക്ഷേ അലക്സ് അങ്കിളിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ പപ്പ കലി തുള്ളുകയാണ്. എന്നെ ഡോക്ടറാക്കാൻ തന്നെ പപ്പ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. പപ്പയെ തോൽപ്പിച്ചുകൊണ്ട് എനിക്കൊരു ജീവിതം വേണ്ടടാ. പിന്നെ മെറിൻ ഒരിക്കലും ഇറങ്ങി വരില്ല. വന്നാലും ഞങ്ങൾക്ക് ജീവിക്കാൻ ഒരു ജോലി പോലും ഇല്ലാതെ എങ്ങനെയാ? അവളുടെ ചേട്ടായിമാർ എന്നെ വെച്ചേക്കില്ല. ജോബിൻ സങ്കടത്തോടെ പറഞ്ഞു നിർത്തി. അവനെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നറിയാതെ ലിൻസണും നിന്നു. ദിവസങ്ങൾ വേഗത്തിൽ കടന്നുപോയി. 2 ദിവസം കഴിഞ്ഞ് വർദ്ധിച്ച ഹൃദയഭാരത്തോടെ ജോബിൻ തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയി. മെറിൻ്റെ മനസ്സമ്മതത്തിൻ്റെ തലേന്ന് ആ പ്രദേശം മുഴുവൻ ലൈറ്റുകൾ കൊണ്ട് അലങ്കൃതമായി. അലക്സിൻ്റെ വീട് ഒരു ഉത്സവത്തിനെന്ന പോലെ ഒരുങ്ങുകയായിരുന്നു. ജോബിൻ്റെ വീട് മാത്രം അന്ധകാരത്തിലും മൗനത്തിലും ആണ്ടു നിന്നു. അന്ന് രാത്രി മെറിൻ രഹസ്യമായി ജോബിനെ വിളിച്ചു. അവളുടെ കസിൻ്റെ ഫോണിൽ നിന്നായിരുന്നു ആ വിളി. ഇച്ഛായ. അവളുടെ ശബ്ദം വിറയ്ക്കുന്നുണ്ടായിരുന്നു. മെറിൻ, നീ കരയുകയാണോ? എനിക്ക് പറ്റുന്നില്ല ഇച്ഛായ. നാളെ എൻ്റെ വിരലിൽ മറ്റൊരാൾ മോതിരമിടും. എനിക്ക് മരിക്കാൻ തോന്നുന്നു ഇച്ഛായ. ജോബിൻ്റെ ഉള്ളിൽ ഒരു വിങ്ങലുയർന്നു. അരുതുമോളെ, മരണം ഒരിക്കലും ഒന്നിനും പരിഹാരമല്ല. നീ ജീവിക്കണം. നമ്മുടെ സന്തോഷം എവിടെയാണോ അത് ദൈവം കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ വേർപിരിയൽ നമുക്ക് വിധിച്ചതാകാം. പക്ഷെ നീ എപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാകും. അവർ ആ രാത്രി കുറേ നേരം സംസാരിച്ചു. തങ്ങളുടെ കുട്ടിക്കാലം, സൈക്കിളിൽ ഒന്നിച്ചു പോയത്, ആരും കാണാതെ പ്രണയിച്ചു നടന്നത്, പള്ളിയിലെ കുരിശടിയിൽ വെച്ച് നടത്തിയ രഹസ്യ പ്രാർത്ഥനകൾ എല്ലാം ഒരു സ്വപ്നം പോലെ അവർ ഓർത്തെടുത്തു. പിറ്റേന്ന് രാവിലെ മെറിൻ്റെ മനസ്സമ്മതത്തിൻ്റെ ചടങ്ങുകൾ തുടങ്ങി. ബന്ധുക്കളും സുഹൃത്തുക്കളും കൊണ്ട് അലക്സിൻ്റെ വീട് നിറഞ്ഞു. വിനയ് മെറിൻ്റെ വിരലിൽ മോതിരമണിയിക്കുമ്പോൾ ദൂരെ ഹോസ്പിറ്റലിൽ ജോബിൻ തൻ്റെ പ്രാക്ടീസ് സെഷനിൽ പേഷ്യൻറ്റിനെ നോക്കുകയായിരുന്നു. അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ആ ഫയലിലേക്ക് അടർന്നു വീണു. ആരവളെ മിന്നുകെട്ടിയാലും അവൾ എന്നും തൻ്റെ പെണ്ണായിരിക്കുമെന്നും അവൻ സ്വയം സമാധാനിച്ചു. നാട്ടിലെ ചർച്ചകളിൽ മെറിൻ്റെ കല്യാണം വലിയൊരു ആഘോഷമായി മാറിക്കഴിഞ്ഞു. പക്ഷേ ആ ആഘോഷങ്ങൾക്കിടയിൽ നീറിപ്പുകയുന്ന 2 ഹൃദയങ്ങൾ ആരും കണ്ടില്ല. പണത്തിനും പ്രതാപത്തിനും മുന്നിൽ തോറ്റുപോയ ഒരു പ്രണയം ആ ഗ്രാമത്തിൻ്റെ ചരിത്രത്തിൽ ഒരു നോവായി അവശേഷിക്കാൻ പോവുകയായിരുന്നു. അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ ചേരുക. തുടരും.